70 കഴിയുമ്പോൾ കഴുത്തറുത്ത് ഇറച്ചി കച്ചവടത്തിന് ഇറക്കാനുള്ളവരല്ല CPM നേതാക്കളെന്നാണ് CPMന്റെ മുതിർന്ന നേതാവ് ജി സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അങ്ങനെ പ്രായപരിധിയോ ടേം വ്യവസ്ഥയോ ഒന്നും തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല. തനിക്ക് ഇനിയും മത്സരിക്കണം, അതിനുവേണ്ടി MA ബേബിയോട് താൻ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പ്രായമായ ആളുകൾ മാറിക്കൊടുക്കാതെ എങ്ങനെയാണ് പുതിയ മുഖങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ യുവാക്കൾക്ക് അവസരം ലഭിക്കുക എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അതേസമയം ജി സുധാകരനെ പോലെയുള്ള നേതാക്കൾ മാറി നിൽക്കാത്തതും ഒരർത്ഥത്തിൽ CPMന് അനുഗ്രഹമാണെന്ന് തോന്നുന്നു. നോക്കൂ, ഹർഷ നോൺ വെജ് കഴിക്കാറുണ്ടോ? കഴിക്കാറുണ്ട്. ഈ ചിക്കൻ അല്ലാതെ വേറെ എന്താ ഇഷ്ടമുള്ള വിഭവം? ബീഫ്. ചിക്കനേക്കാൾ കൂടുതൽ ബീഫാണ് ഇഷ്ടം. അതെ. ഇപ്പൊ നമുക്ക് കിട്ടുന്ന ബീഫൊക്കെ എവിടുന്ന അറിയോ? അറിയില്ല. ഹരിയാനയിൽ നിന്ന് കൊണ്ടുവരുന്ന മുറ പോത്തുകളെ നമ്മുടെയൊക്കെ ഫാമുകളിൽ വളർത്തി, ഇറച്ചിക്ക് വേണ്ടി വളർത്തി, അതിന് നല്ല തീറ്റയൊക്കെ കൊടുത്ത് വളർത്തി, ഇറച്ചി ഒരു പരിവാകുമ്പോൾ കിലോ വെക്കുമ്പോൾ ഈ തൊലി ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ അറിയാം മാംസം വന്നിട്ടുണ്ടോ. എന്നിട്ട് ഇതിനെ വിറ്റ് അറുത്ത് നമുക്ക് ഭക്ഷണത്തിന് വേണ്ടി എത്തും. അതൊരു കൃഷിയാണ്, പോത്ത് കൃഷി. ഒരു പക്ഷേ ചിലപ്പോൾ മൂരിയൊക്കെ വരും, കാള പോത്ത് ഒക്കെ വരും. പിന്നെ കിടാവ് വരും. കിടാവ് എന്ന് വെച്ചാൽ കുമ്പൻ, അതായത് പശുക്കുട്ടിയുടെ കാളക്കുട്ടി. ഈ കുമ്പനെയൊക്കെ സോഫ്റ്റ് വരുമ്പോൾ മട്ടൻ്റെ കൂടെ ഒക്കെ വെട്ടിക്കയറ്റി വിടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, പണ്ട് ഈ പോത്തൊന്നും ഹരിയാനയിൽ നിന്ന് വരത്തില്ലായിരുന്നു. പണ്ട് ഈ ട്രാക്ടറിൻ്റെ ഒക്കെ വരവിന് മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും കാളയെ വളർത്തും. കാളകളെ വളർത്തിയിട്ട് വണ്ടിക്ക് കെട്ടാനും വയലുഴുവാനും ഈ കാളകളെയാണ് ഉപയോഗിക്കുക. കൃഷിയുടെ ചാണകം കൊടുക്കും. അപ്പം ജീവിതാവസാനം വരെ മരിച്ചു പണിയെടുക്കും ഈ കാളകൾ. കാളയ്ക്ക് നോക്കുമ്പോൾ എന്തോ ഇത്രയും പണിഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം കഞ്ഞുവെള്ളം കിട്ടും, കാടിയും കിട്ടും, നല്ല പോച്ചയും കിട്ടും. യജമാനോട് ഭയങ്കര സ്നേഹമായിരിക്കും. പകല് വണ്ടിപ്പണി, അല്ലാത്ത സമയത്ത് ഈ നില മുഴുവൻ ഇങ്ങനെയൊക്കെ പോവും. വയ്യാതായി എന്ന് തോന്നിയാൽ ഇതിനെ പിടിച്ച് ഇറച്ചിക്കാർ കൊടുക്കും. അതിനെ വെട്ടി ഇറച്ചിയാണ് അന്ന് ഈ കാള ഇറച്ചിയായിട്ടൊക്കെ നമ്മുടെ നാടുകളിൽ വന്നുകൊണ്ടിരുന്നത്. ഇന്ന് ഈ ട്രാക്ടറും ഈ പറഞ്ഞ പരിപാടിയൊക്കെ വന്നതുകൊണ്ട് ഇളം പരുവത്തിൽ തന്നെ വണ്ണം വെപ്പിച്ച് വെട്ടി അങ്ങെടുക്കുന്ന ഒരു പരിപാടിയാണ്. ഇത് തന്നെയാണ് ഈ CPMന്റെ രാഷ്ട്രീയത്തിൽ നടക്കുന്നത്. നമുക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഈ പ്രായമായവരും മാറി നിൽക്കാനൊന്നും ആരും പറഞ്ഞിട്ടില്ല. പലരും സ്വമേധയാ മാറി നിൽക്കുന്നതും ഒക്കെയാണ്. ഇപ്പോൾ കെ ബാബു 35 വർഷക്കാലത്തിൽ 30 വർഷക്കാലം MLA ആയിരുന്ന, 5 വർഷക്കാലം പരാജയപ്പെട്ട് എംസുരാജിനോട് പരാജയപ്പെട്ട് മാറി നിൽക്കേണ്ടി വന്ന ആൾ. അയാൾക്ക് ഇനിയും പറയുന്നത് എന്താണ്? ആരോഗ്യപരമായ കാരണങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ മത്സര രംഗത്തേക്ക് ഇല്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുകയാണ് കെ ബാബു. വലിയ പിടിപാടുള്ള തൃപ്പൂണിത്തുറയിൽ ഇപ്പോഴും നിന്നാലും ഷുവർ ഷോട്ടായി ജയിക്കുന്ന ആളാണ്. അതേസമയം ഇടതുപക്ഷത്തിന്റെ മന്ത്രി, വനമന്ത്രി ശശീന്ദ്രനെ നോക്കും, എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ, ഓർമ്മയില്ല, വകുപ്പ് ആകെ കുത്തഴിഞ്ഞ് കിടക്കുന്നു. പുള്ളി ഇനിയും മത്സരിക്കാൻ നിൽക്കും. പുള്ളി പറയുന്നത് ഞാൻ മത്സരിച്ച എന്താ കുഴപ്പമെന്നാണ് ചോദിക്കുന്നത്. അപ്പുറത്തെ കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ, വൈദ്യുതി മന്ത്രി, പുള്ളി മത്സരിക്കുമെന്ന് അറിയില്ല, എങ്കിലും മത്സരിക്കാനോന്ന് വേറെ എതിർപ്പൊന്നും വന്നില്ലേ മത്സരിക്കാൻ തയ്യാറാണ്. വി ശിവൻകുട്ടി, അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്, അദ്ദേഹത്തിന്റെ സംസാരം വിറയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അദ്ദേഹവും മത്സരിക്കാൻ നിൽക്കുകയാണ്. എന്തിനാ പറയുന്നേ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 80 വയസ്സുണ്ട്, അമേരിക്കയിൽ ചികിത്സയിലാണ്. എനിക്ക് ശേഷം പ്രളയം എന്നാണ് പുള്ളി വിചാരിക്കുന്നത്. ഇപ്പൊ ശിവൻകുട്ടിക്കൊന്നും അത്ര വലിയ പ്രായമൊന്നുമില്ല കേട്ടോ. അദ്ദേഹത്തിന് ആരോഗ്യപരമായ കാരണങ്ങളാണോ മറ്റു പല കാരണങ്ങളാണോ എന്ന് അറിയില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുള്ള നമ്മുടെ സുഹൃത്ത് പറഞ്ഞു ആരോഗ്യ പ്രശ്നമൊന്നുമല്ല, വേറെ പല പ്രശ്നങ്ങളുമാണെന്ന് പറഞ്ഞു. എനിക്കറിയില്ല, അത് വ്യക്തിപരമായി നമുക്കറിയാത്തൊരു കാര്യം നമ്മൾ അറ്റാക്ക് ചെയ്യാൻ തയ്യാറല്ല. അതേസമയം ജി സുധാകരൻ്റെ പ്രായം എത്രയാണ്? ജി സുധാകരൻ 79 വയസ്സാണ്. പിണറായി വിജയനേക്കാൾ 1 വയസ്സിന് കുറവാണ് ജി സുധാകരൻ. അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കാണോ, കേരളത്തിൽ MLA ആയിട്ടിരിക്കേണ്ടുന്നവരാണോ ഊർജവും ചുറുചുറുക്കും ആവശ്യമുള്ളത് എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാകുന്നുണ്ട്. 80 വയസ്സുള്ള ആൾക്ക് മുഖ്യമന്ത്രിയാകാമെങ്കിൽ 70 കഴിഞ്ഞ ഒരാൾക്ക് MLA ആകുന്നതിൽ എവിടെയാണ് തെറ്റ്? ടൈം വ്യവസ്ഥ, എന്ത് ടൈം വ്യവസ്ഥയാണ് ഇവന്മാർ പറയുന്നത്? 2 തവണ വിജയിച്ച ആളുകൾ അല്ലെങ്കിൽ മന്ത്രിയായ ആളുകൾക്ക് മൂന്നാമതൊരു തവണ മത്സരിക്കാനായിട്ട് മാറി നിൽക്കണം എന്നായിരുന്നു ആദ്യം പറഞ്ഞത്. ഇത് എന്തിനാണ്? പ്രായം മാത്രം പറഞ്ഞാൽ പിണറായി വിജയൻ മാറി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. അതെ, അതുകൊണ്ടാണ് ഒരു ടൈം വ്യവസ്ഥ. എന്നിട്ട് പിണറായി വിജയൻ ഇളവ് ചെയ്ത് കൊടുക്കും. ഇളവ് ചെയ്ത് കൊടുക്കാൻ എന്തോന്നുണ്ട്? തനിക്ക് ശേഷം പ്രളയൂ. CPM വേറെ ആണുങ്ങൾ ആരും ഇല്ലേ? എനിക്കറിയാൻ വേണ്ടി ഇടതുപക്ഷത്തെ വേറെ ആണുങ്ങളൊന്നും ഇല്ലേ? ഇയാളുണ്ടെങ്കിൽ ഇവിടെ ഇടതുപക്ഷത്തിന് ജയിക്കാൻ പറ്റുമെന്നുണ്ടോ? ഇയാളാണോ ഇവിടുത്തെ ഇടതുപക്ഷം ഉണ്ടാക്കിയത്, CPM ഉണ്ടാക്കിയത്? അല്ല, പക്ഷെ ഇതിലൂടെ അവസാനിക്കുമെന്ന് പലരും പറയുന്നു. CPM എന്ന് പറയുന്നത് CPIM എന്ന് പറയുന്ന പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ ആരംഭിച്ച ആളുകളിൽ ഒരാൾ ഈ അടുത്തിടെ മരിച്ചുപോയിരുന്നു. ആ പുള്ളി ഇവർ മാറ്റി നിർത്തിയില്ലേ? വെട്ടാൻ ശ്രമിച്ചപ്പം ജനങ്ങൾ ഒന്നടങ്കം ഞങ്ങളുടെ നേതാവ് VS ഇല്ലെങ്കിൽ, സഖാവില്ലെങ്കിൽ വേണ്ട, പ്രതിഷേധവുമായി റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ പുള്ളിയെ മത്സരിപ്പിക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ ഉണ്ടായില്ലേ?
അത്രയും വലിയ മഹത്വമൊക്കെ പിണറായി വിജയനുണ്ടോ? ഇല്ല. അതെ. ഇനി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസ്ഥാനത്തെ ആലപ്പുഴ പോലെയുള്ള ജില്ലകളിൽ കെട്ടിപ്പടുക്കാൻ സ്വന്തം കുടുംബവും മറ്റു കാര്യങ്ങളും മറന്ന് കറതീർന്ന സഖാവായി ജീവിച്ച ഈ ജി സുധാകരനെയും തോമസ് ഐസക്കിനെയൊക്കെ മാറ്റി നിർത്താൻ എങ്ങനെയാണ് നിങ്ങൾക്ക് സാധിക്കുക? ഒന്ന് മറിഞ്ഞു വീണ് കിടന്നപ്പോൾ ആശുപത്രിയിൽ പോയി കാണുന്നത് നല്ല സാറേ വലിയ കാര്യം. ജി സുധാകരൻ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് എത്ര നന്നായിട്ടാണ് പൊതുമരാമത്ത് വകുപ്പ് ഭരിച്ചത്, എത്രയോ മനോഹരമായിട്ടാണ് ധനകാര്യ വകുപ്പ് ഭരിച്ചത്. ആരാ? തോമസ് ഐസക്. അപ്പോൾ എന്തിന്റെ പേരിലാണ് ഇവരെ നിങ്ങൾ മാറ്റി നിർത്തുക? ഇവരെയൊക്കെ മാറ്റി നിർത്താൻ ഇവർക്ക് പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടായില്ല. അപ്പോൾ ഇവർ പറഞ്ഞു, പ്രായം. നീ ഒരു തീരുമാനം പറയും. ഒരു പന്തിയിൽ ഇലയിട്ട് വിളമ്പുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ വിളമ്പണം. സുധാകരൻ എന്തുകൊണ്ടാണ് ഐത്യം കൽപ്പിക്കുന്നത്? ഇവര് സുധാകരൻ എന്തുകൊണ്ടാണ് ഐത്യം കൽപ്പിക്കുന്നത്? സുധാകരനെതിരെ ഒരു അലിഗേഷൻ ഉന്നയിക്കാൻ അറിയില്ലുണ്ടോ? ഇല്ല. പക്ഷെ പാർട്ടിയുടെ പോരായ്മകൾ വിളിച്ചു പറയാൻ ആർജവം കാണിക്കുന്ന ഒരു നേതാവാണ് എന്നുള്ളതാണ്. സുധാകരൻ ഒന്നും ഒരു കാലത്തും പാർട്ടിയുടെ പോരായ്മ അല്ല പറഞ്ഞ, പാർട്ടിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്നവന്റെ പോരായ്മയാണ് പറഞ്ഞത്. കറതീർന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞില്ല. പലരും ചിന്തിച്ചു കെ.സി. വേണുഗോപാൽ ജി സുധാകരനെ സന്ദർശിച്ചു, കോൺഗ്രസിലേക്ക് കടന്നു വരാൻ സാധ്യത, വാർത്ത കണ്ടിട്ടുണ്ട് നമ്മൾ. ജി സുധാകരൻ ബി.ജെ.പിയിലേക്ക്. അയാൾ ഒരു ബി.ജെ.പിയിലും പോവില്ല, അദ്ദേഹം ഒരു കോൺഗ്രസിലേക്കും പോകില്ല. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായി ജനിച്ച് കമ്മ്യൂണിസ്റ്റുകാരനായി വളർന്നത് കമ്മ്യൂണിസ്റ്റുകാരനായി മരണപ്പെടും. അയാളെ കമ്മ്യൂണിസ്റ്റുകാരനല്ലാതാക്കാൻ ഈ പിണറായി വിജയനും സംഘവും ശ്രമിച്ചാൽ അതിനൊന്നും പോകുന്നൊരു കക്ഷിയല്ല ഈ പറയപ്പെടുന്ന ജി സുധാകരൻ. ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്നെ ഒഴിവാക്കാൻ, എന്നെ മാറ്റി നിർത്താൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് എന്ന് എൻ്റെ ആളുകൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഇനിയും അംഗത്തിന് ബാല്യമുണ്ട് സാറേ അവിടെ. പിണറായി വിജയനുള്ള ആവശ്യതയൊന്നും ആർക്കില്ല, ജി സുധാകരനില്ല. ജി സുധാകരനെ പോലെ വെട്ടിമാറ്റപ്പെടുന്ന എത്രയോ പേരുണ്ടെന്നേ. പക്ഷേ ഈ പറയുന്ന നേതാക്കന്മാർ മാറി നിൽക്കാതെ പുതിയ, ഇപ്പൊ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ യുവാക്കൾക്ക് അവസരം ലഭിക്കുക എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ, അത് CPM അപ്പോൾ ഈ അടുത്തൊന്നും ഉണ്ടാകില്ല എന്ന് തോന്നുന്നു. അല്ല, CPM നോക്കി ഇതൊക്കെ ഒരു പ്രൊപ്പോർഷണൽ കണക്കാണ്, ഇതൊക്കെ കണക്കുകളാണ്. ഒരു നിയമസഭയിലേക്ക് നിയമസഭാ സാമാജികരെ തെരഞ്ഞെടുത്ത് വിടുമ്പോൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ലിസ്റ്റ് അവതരിപ്പിക്കുമ്പോൾ അവിടെ പ്രായം പരിഗണന കൊടുക്കണം. അതിനാണ് യുവജന സംഘടനകൾക്ക് പരിഗണന കൊടുക്കുന്നത്. DYFIക്ക് ഇത്ര സീറ്റ്, SFI നേതൃത്വത്തിൽ നിന്നുള്ളവർക്ക് ഇത്ര സീറ്റ്, CATUകാർക്ക് ഇത്ര സീറ്റ്, CPM ഇത്ര, CPIക്ക് ഇത്ര, ഘടകകക്ഷികൾക്ക് ഇത്ര. കോൺഗ്രസും അങ്ങനെയല്ല. യൂത്ത് കോൺഗ്രസ്, KSU, മഹിളാ കോൺഗ്രസ്, അവർക്കൊക്കെ സീറ്റ് പ്രൊപ്പോർഷൻ വെക്കും. അത് കൃത്യമായ ഇക്വേഷൻസിലാണ്. ഇത് എന്തിനാണ് അങ്ങനെ വെക്കുന്നത്? നിയമസഭയിൽ എല്ലാവരുടെയും പ്രതിനിധികൾ ഉണ്ടാവണം, പ്രായമായവരുടെയും. നമുക്ക് ഞാൻ ചോദിക്കുന്നത്, ജി സുധാകരൻ നിങ്ങൾ ഈ പറയപ്പെടുന്ന അമ്പലപ്പുഴ മാത്രമല്ല, വേറെ എവിടെ കൊടുത്താലും പുള്ളി മത്സരിക്കും, ജയിക്കാനും സാധ്യതയുള്ള മനുഷ്യനാണ്. എന്തുകൊണ്ടാണ് കൊടുക്കാത്ത? കൊടുത്താൽ എങ്ങാനും ചക്ക വീണ മുതലെടുത്ത് മന്ത്രിസഭ പിടിച്ചാൽ ഇവർക്ക് പ്രധാനപ്പെട്ട വകുപ്പ് കൊടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും. പരിണതപ്രജ്ഞനാണ്, അഴിമതി ആരോപണങ്ങളില്ല, കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. പക്ഷേ ഇവരൊന്നും എന്തില്ല, അവരുടെ കാലെ പിടിക്കാനോ അവർക്ക് വിടുവേല ചെയ്യാനോ പോകുന്നില്ല എന്നുള്ളതാണ്. ഈ പെട്ടിതാങ്ങികൾക്ക് കോൺഗ്രസിൽ ഇടപെടെന്ന് പറയുന്നത് പോലെയാണ് CPMൽ ഈ ഗ്രൂപ്പ് തർക്കങ്ങളിൽ അവർക്കൊപ്പം നിൽക്കുന്ന, ഔദ്യോഗികപക്ഷത്തിനൊപ്പം നിൽക്കുന്നവരെ മാത്രം സംരക്ഷിക്കപ്പെടുക. സ്വജനപക്ഷപാതം കൊണ്ട് ഇത്രത്തോളം അധപ്പതിച്ച മറ്റൊരു ഇടതുപക്ഷ സർക്കാർ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഒരുപക്ഷെ തോന്നിപ്പോ. ഇഷ്ടക്കാരെയും പ്രിയപ്പെട്ടവരെയും കുത്തിക്കയറ്റിയവർ, സീനിയോറിറ്റി മറികടന്ന് സ്വന്തം മകളുടെ ഭർത്താവിന് പ്രധാനപ്പെട്ട 2 മന്ത്രിസ്ഥാനങ്ങൾ താലത്തിൽ വെച്ച് ശ്രീധനമായി നൽകിയൊരു സർക്കാർ മറ്റേതുണ്ട്. ജി സുധാകരനെ പോലുള്ളവർ പറയുന്നതാണോ തെറ്റ്? പിണറായി വിജയന്റെ ഔദാര്യത്തിൽ നേതാവായ ആളാണോ ജി സുധാകരൻ? ഇവർക്ക് കണ്ണൂർ ലോബി എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അതിനപ്പുറത്തേക്ക് വേറെ ആരെയും ഇവർ അംഗീകരിക്കില്ല. കണ്ണൂർ ലോബിയിൽ തന്നെ PJ ജയരാജനെ പോലുള്ളവർ അംഗീകരിക്കുന്നുമില്ല. ജി സുധാകരനൊക്കെ കേരള രാഷ്ട്രീയത്തിൽ സജീവമായി ഉണ്ടാകണം. അതിന് അദ്ദേഹത്തിന് അത്രയും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതാണ്. കറതീർത്ത സഖാവാണ് അവരൊക്കെ. ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിലേക്ക് വന്നാലും BJPയിലേക്ക് വന്നാലും അങ്ങനെ പറയാൻ പേരുകാർ ഒരുപാടുണ്ട്. അവരൊന്നും തഴയപ്പെടുന്നില്ലെന്നേ. CPMന്റെ ഒരു പേര്. ഇപ്പോൾ ഇലക്ഷൻ എടുക്കുമ്പോൾ പുള്ളിക്ക് പരിപാടിയൊക്കെ കൊടുക്കും. എന്തിനാ? പുള്ളിയെ ഇഷ്ടപ്പെടുന്നവർ വോട്ട് വേണം അതിന് വേണ്ടിയിട്ട്. അപ്പം കൃത്യമായി പറയട്ടെ, ഈ പ്രസ്ഥാനത്തിന് ഇവിടെ ഓടും പാവും നെയ്യാൻ ഓടി നടന്നവർ, പ്രസ്ഥാനത്തിനെ പലതവണ അധികാരത്തിലേക്ക് എത്താൻ കാരണമായവർ, പ്രസ്ഥാനം അധികാരത്തിലെത്തിയപ്പോൾ സത്യസന്ധമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തവർ, ഇവരെയൊക്കെ മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്നുള്ളതാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മരണസമയം വരെയും വാർദ്ധക്യം വരെയും നിലമുഴുകയും വണ്ടി വലിക്കുകയും ചെയ്യുന്ന വണ്ടിക്കാളകളെ വാർദ്ധക്യത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അറക്കാൻ കൊടുക്കുന്നത് പോലെയാണ് ഒരു പരിപാടിക്ക് വരാതെ ഈ സ്ഥിരം ജനങ്ങളുമായി സംബന്ധിച്ച് പാർട്ടി പരിപാടിയിലൊക്കെ പോയി ജീവിതം സെറ്റ് ചെയ്ത് വന്നിട്ട് ഒരു സമയത്ത് പെട്ടെന്ന് വീട്ടിലിരിക്കേണ്ടി വന്നാലുള്ള ഒരു സാഹചര്യം ഇല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ പറയണം,
ഒരു 70 വയസ്സിന് മുകളിൽ ആരും വേണ്ട. എന്നിട്ട് ഇതിന് മാതൃകയായി പിണറായി വിജയൻ മാറി നിന്ന് കൊടുക്കണം എന്നുള്ളതാണ്.